الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഏറെ കാരുണ്യമുള്ളവനും ഔദാര്യമുള്ളവനുമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹുവിൻ്റെ കോപത്തിനെ അതിജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ റബ്ബ് അവന്റെ അടിമകളോട് കാണിക്കുന്ന വലിയ ഔദാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് ചില സമയങ്ങൾക്ക്, ചില മാസങ്ങൾക്ക്, ചില വസ്തുക്കൾക്കൊക്കെ, ചില വ്യക്തികൾക്കൊക്കെ അള്ളാഹു ചില പ്രാധാന്യങ്ങൾ നിശ്ചയിച്ചു. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. വേദഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠനാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെ മാസങ്ങൾക്കും ദിവസങ്ങൾക്കും സ്ഥലങ്ങൾക്കുമൊക്കെ അള്ളാഹു ചില പ്രത്യേകതകൾ നിശ്ചയിച്ചു. ഈ പ്രത്യേകതകൾ കൊണ്ട് നമുക്കെന്താണ് ലഭിക്കുന്നത്? അതുകൊണ്ട് നമുക്കെന്ത് കാര്യമാണുള്ളത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നന്മകൾ വർദ്ധിപ്പിക്കാനും നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് മറ്റു കാലങ്ങളെക്കാൾ കൂടുതൽ പ്രതിഫലം നൽകാനും അല്ലാഹു സുബ്ഹാനഹു തആല ഈ തെരഞ്ഞെടുപ്പുകൾ കൊണ്ട് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ആയുസ്സിന്റെ കാര്യത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും കുറഞ്ഞ ആയുസ്സുള്ള ജനസമൂഹമാണ്. നമുക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിച്ച സമൂഹങ്ങളൊക്കെ 100, 200, 500, 1000 കൊല്ലങ്ങളൊക്കെ ജീവിച്ചിട്ടുണ്ട് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആയുസ് വളരെ ചെറുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അഅ്മാറു ഉമ്മത്തി
മാ ബൈന സിത്തീന വസബഈൻ. എൻ്റെ ഉമ്മത്തിന്റെ ശരാശരി ആയുസ് എന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുക കൂടി ചെയ്ത ഒരു സത്യമാണ്. ചില ആളുകൾക്ക് 70-ന്റെ മേൽ കിട്ടിയേക്കാം, ചില ആളുകൾ 60-ന് മുമ്പേ പോയേക്കാം. പക്ഷെ ശരാശരി എന്ന് പറയുന്നത് ഈ 60-ന്റെയും 70-ന്റെയും ഇടക്കാണ്. ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ആയുസ് കുറഞ്ഞ ജനസംഘമാണ്, ജനപഥമാണ് ഈ ഉമ്മത്ത്. അതുകൊണ്ട് തന്നെ മുൻകാലത്തെ സമൂഹങ്ങളൊക്കെ വളരെ ദീർഘമായ കാലം കൊണ്ട് അവർ നേടിയെടുക്കുന്ന നന്മകൾ, ആ നന്മകളുടെ കൂടെ എത്താൻ നമ്മുടെ ഈ ചെറിയ ആയുസ്സിലെ നന്മകൾ മതിയാവുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കാണിച്ച കാരുണ്യമാണ് ചില സമയങ്ങൾക്ക്, ചില മാസങ്ങൾക്ക്, ചില ദിവസങ്ങൾക്കൊക്കെ അള്ളാഹു ചില പ്രത്യേകതകൾ നിശ്ചയിച്ചു. ആ പ്രത്യേകതകളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മറ്റു കാലങ്ങളിലുള്ള കർമ്മങ്ങളെക്കാൾ അല്ലാഹു തആല പ്രതിഫലം നിശ്ചയിച്ചു. ആ കൂട്ടത്തിൽ നമ്മളോട് റബ്ബ് കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഔദാര്യമാണ് വിശുദ്ധ റമളാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നത്. റമളാൻ മാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, റമളാനിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തിക്ക് അതിലൂടെ അവന് ലഭിക്കുന്ന ഗുണങ്ങൾ മറ്റൊരിക്കലും മറ്റെവിടെ നിന്നും അവന് കിട്ടാത്ത നേട്ടങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, വിശുദ്ധ റമളാൻ മാസത്തെ സ്വീകരിക്കാൻ ഇനി ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ആ ദിവസങ്ങളിൽ ഈ റമളാനിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു അതിഥി, ആ അതിഥിയുടെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കാതെ നമ്മൾ ആ അതിഥിയെ പറഞ്ഞയച്ചാൽ പിന്നീട് നമ്മൾക്ക് സങ്കടപ്പെടേണ്ടി വരും. വിശുദ്ധ റമളാൻ അങ്ങനത്തെ ഒരു അതിഥിയാണ്. മറ്റൊരു കാലത്തും നമുക്ക് ലഭിക്കാത്ത, മറ്റൊരു സമയത്തും നമുക്ക് ലഭിക്കാത്ത, വില കൊടുത്തു വാങ്ങാനാവാത്ത, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗപ്രവേശനവും നരകമോചനവുമാണ് എന്നിരിക്കെ, ആ സ്വർഗപ്രവേശനത്തിനും നരകവിമോചനത്തിനു വേണ്ടി നമ്മൾ വളരെ കഷ്ടപ്പെടുമ്പോഴും പലപ്പോഴും നമ്മൾ തോറ്റുപോകുന്നുണ്ട് എന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്ന ഒരു കാലത്ത് നമുക്ക് ജയിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തിയാക്കാൻ, നമ്മുടെ സ്വപ്നങ്ങളെ പൂർത്തിയാക്കാൻ ഏറ്റവും നല്ല ഒരു അവസരമായിട്ടാണ് റമളാൻ നമ്മുടെ മുമ്പിലേക്ക് വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ ആ റമളാനിന്റെ മഹത്വം നമ്മൾ ശരിക്കും ഉൾക്കൊള്ളണം. നമ്മൾ പലർക്കും റമളാനിനെ ശരിയായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോകുന്നത് അതിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കേവലം ഭക്ഷണശീലങ്ങളിലെ ചില മാറ്റങ്ങളിലൂടെ നമ്മൾ റമളാനിനെ യാത്രയാക്കുമ്പോൾ നമ്മൾ പരാജയപ്പെടുന്നത് അതിനെ മനസ്സിലാക്കുന്നിടത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റമളാൻ മാസം ആഗതമാകുമ്പോൾ പ്രവാചകൻ സഹാബത്തിനോട് പറയുന്ന ചില വാക്കുകളുണ്ട്. അതാക്കും റമളാൻ, സഹാബത്തെ, ഇതാ റമളാൻ മാസം നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ഷഹ്റുൻ മുബാറക്കുൻ, ഷഹ്റുൻ മുബാറക്കുൻ, ഏറെ അനുഗ്രഹീതമായ ഒരു മാസമാകുന്നു അത്. സാധാരണ മാസങ്ങളെ പോലെയല്ല, ഏറെ അനുഗ്രഹീതമായ ഒരു മാസമായി റമളാൻ നിങ്ങളിലേക്ക് വന്നു ചേരുകയാണ്. ഫറളല്ലാഹു ഫീകും സിയാമ, ആ മാസത്തിൽ വ്രതമനുഷ്ഠിക്കാൻ, നോമ്പ് നോൽക്കൽ അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അല്ലേ? റമളാൻ മാസം വരുമ്പോ അള്ളാഹു തആല ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ടല്ലോ, ഭയങ്കരമായ മാറ്റങ്ങളാണ്. സ്വർഗത്തിന്റെ വാതിലുകൾ അള്ളാഹു തആല തുറന്നിടും. ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ സ്വർഗപ്രവേശനം എളുപ്പമാകുന്ന രൂപത്തിൽ സ്വർഗവാതിലുകൾ അടച്ചിടും. നരകത്തിന്റെ വാതിലുകൾ അള്ളാഹു കൊട്ടിയടക്കും. പലപ്പോഴും നമുക്കറിയാലോ, നമ്മളൊക്കെ പലപ്പോഴും നരകത്തിലേക്ക് എത്താൻ കാരണമാകുന്ന ചില തെറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അത് തെറ്റാണ്, നമുക്കറിയാം. ആ തെറ്റിന് നരകം ശിക്ഷ കിട്ടുമെന്ന് അറിയാം. പക്ഷേ ആ നരകം നമ്മളെ അതിലേക്ക് വലിച്ചടുപ്പിക്കുന്നത് പോലെ ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ? തിരിഞ്ഞു നിൽക്കാൻ കഴിയാതെ,
മാറി നിൽക്കാൻ കഴിയാതെ ആ തെറ്റിങ്ങനെ ആവർത്തിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആരോ നമ്മളെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാറില്ലേ? ആ നരകത്തിന്റെ വാതിലുകൾ അല്ലാഹു തആല അടച്ചിടും ഈ മാസത്തിൽ. ഈ രണ്ട് പ്രയോഗങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗവാതിലുകൾ അല്ലാഹു തആല തുറന്നിടുകയും നരകവാതിലുകൾ അല്ലാഹു തആല വലിച്ചടക്കുകയും മാത്രമല്ല, അധർമ്മകാരികളായ പിശാചുക്കളെ അല്ലാഹു തആല ബന്ധനത്തിലാക്കും. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേണ്ടാത്ത തോന്നലുകൾ ഉണ്ടാക്കി നമ്മളെ പ്രലോഭിപ്പിച്ച് പ്രീണിപ്പിച്ച് തെറ്റുകളിലേക്ക് പിടിച്ചുകൊണ്ടുപോകുന്ന ആ പിശാചുക്കളെ അല്ലാഹു തആല കിട്ടിയിടും. നമുക്കൊരു അനുഭവമല്ലേ? മറ്റു മാസങ്ങളിലുള്ളതിനേക്കാളേറെ നന്മകൾ ചെയ്യാൻ റമളാൻ നമുക്ക് സൗകര്യം ചെയ്തു തരാറില്ലേ? മറ്റു മാസങ്ങളിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ എത്ര പ്രയാസമുണ്ടോ ആ പ്രയാസം റമളാനിൽ നമുക്കുണ്ടാവാറില്ലല്ലോ. നമ്മുടെ ജീവിതത്തിലെ നിത്യമായ പല തെറ്റായ കാര്യങ്ങളെയും റമളാനിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടില്ലേ? പലപ്പോഴും മാറ്റിവെക്കൽ അസാധ്യമാണ് എന്ന് തോന്നിയ കാര്യങ്ങൾ റമളാൻ മാസത്തിൽ നമുക്ക് എളുപ്പമായിട്ടില്ലേ? എന്താ കാരണം? അല്ലാഹു തആല റമളാൻ മാസത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണത്. കാരുണ്യത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു വെക്കും ആ റമളാനിൽ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആയുസ്സിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ലൈലത്തുൽ ഖദർ. അത് ഈ മാസത്തിലാണ്. ആ രാത്രിയെ അല്ലാഹു ഈ മാസത്തിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ലോകത്തിന് മുഴുവനും വിളക്കാവേണ്ട, വഴി കാണിക്കേണ്ട വിശുദ്ധ ഖുർആൻ ഈ ഭൂമിയിലേക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു ഈ മാസത്തെയാണ് തെരഞ്ഞെടുത്തത്. ആരാധനകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയായ മറ്റു ആരാധനകളുടെ പ്രതിഫലത്തെക്കാൾ ഏറെ വ്യത്യസ്തമായ പ്രതിഫലമുള്ള നോമ്പ്, അത് നിർബന്ധമാക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്തതും ഈ മാസത്തെ തന്നെയാണ്. ഈ മാസം ചില്ലറയല്ല, അത് ചെറുതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫമൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. ഈ മാസത്തിൽ അല്ലാഹു നിശ്ചയിച്ച ശ്രേഷ്ഠമായ ആ ലൈലത്തുൽ ഖദർ ഉണ്ടല്ലോ, അതിന്റെ മഹത്വവും വിശുദ്ധിയും ഒക്കെ ആർക്കാണോ നിഷേധിക്കപ്പെടുന്നത്, ഫഖദ് ഹുരിമ, അവൻ എല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടവനാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും ദൗർഭാഗ്യവാനായ മനുഷ്യനാരെനിക്കറിയും. പൈസ ഇല്ലാത്തവനോ വീടില്ലാത്തവനൊന്നുമല്ല. നന്മകളാണ്, നല്ല കാര്യങ്ങളാണ് എന്നറിഞ്ഞിട്ടും അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും അത് ചെയ്യാൻ കഴിയാതെ പോകുന്ന ചില ആൾക്കാരുണ്ട്. നിസ്കരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പള്ളിയൊക്കെ എത്തുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ അവർക്ക് നിസ്കരിക്കാൻ പറ്റൂല, നിസ്കരിക്കാൻ കഴിയില്ല. സ്വതക്ക ചെയ്യണമെന്നുണ്ട്, കീശയിൽ പൈസയൊക്കെ ഉണ്ട്, കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരും, പക്ഷെ പല ജാതി അവസ്ഥകളിൽ അത് കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ചില കാര്യങ്ങളെ ഇത്തരം ചില അവസ്ഥകൾ നോക്കിയിട്ട് നമ്മൾ സങ്കടപ്പെടാറുണ്ട്. എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പൂതിയുണ്ട്, പക്ഷെ നടക്കണില്ല, ഓരോരോ തടസ്സം. നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നടക്കാതെ പോകുന്ന ചില അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം അവസരങ്ങളെ സത്യത്തിൽ നമ്മൾ പേടിക്കണം. കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യം എന്ന് പറയുന്നത് നന്മകളിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടും പോകാൻ കഴിയാതെ പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥയാണ്. ആഗ്രഹമുണ്ട്, കഴിവുണ്ട്, ചെയ്യണമെന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കണില്ല. 1000 രൂപ കൊടുക്കണം എന്ന് വിചാരിച്ചിന്, പക്ഷെ കൊടുക്കാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി വന്നപ്പോ അത് എടുത്തിട്ടില്ല. പിന്നെ കൊടുക്കണം വിചാരിച്ചു, കൊടുത്തില്ല, കൊടുക്കാൻ പറ്റിയില്ല. എന്തേപ്പോ ആ 1000 രൂപ കൊടുക്കണം ഞാൻ വിചാരിച്ചിട്ട് എന്തേ എനിക്കത് കൊടുക്കാൻ പറ്റാഞ്ഞത്? അല്ലേ? നേരത്തെ കാര്യങ്ങൾ ചെയ്യണം, നിസ്കരിക്കണം, ഇക്കുറി മുതൽ ജമാഅത്തായി നിസ്കരിക്കണം ആഗ്രഹിച്ചീനി, ഒരുക്കങ്ങളൊക്കെ നടത്തിയിനി, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് നടന്നില്ല. അല്ലേ? അപ്പോ ഈ വിശുദ്ധമായ റമളാനിന്റെ നന്മകൾ അത് ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ അവൻ മനസ്സിലാക്കിക്കൊള്ളണം, അവന് വേറെന്തോ വലിയ നഷ്ടമുണ്ട്, എന്തോ ചില പ്രശ്നമുണ്ട്. അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിനെ വരവേൽക്കാൻ, സ്വീകരിക്കാൻ എല്ലാ നിലക്കും നമ്മൾ കൃത്യമായി ഒരുങ്ങി തയ്യാറായി നിൽക്കണം. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും
സമ്പത്ത് കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും ഇനി ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നില്ലെങ്കിലോ? കഴിഞ്ഞ റമദാനിന്റെ മുമ്പ് ഇതേ വാക്കുകൾ ഞാൻ പറയുമ്പോൾ ഈ പള്ളിയിൽ എൻ്റെ കൺമുമ്പിൽ പല ഭാഗത്തായി ഇരുന്നവർ ഇന്ന് ഇവിടെ ഇല്ല, അവർ പോയി. ഇന്നൊരു പക്ഷേ നമുക്ക് തോന്നുന്നുണ്ടാവാം ഞാനൊക്കെ അടുത്ത കൊല്ലം ഉണ്ടാവും, പക്ഷേ അടുത്ത വർഷം ഇത് പറയാൻ ഞാനുണ്ടാവുമെന്നോ അത് പറയുമ്പോൾ കേൾക്കാൻ നിങ്ങളുണ്ടാവുമെന്നോ ആർക്കാ ഉറപ്പ് പറയാൻ പറ്റുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും പറയാറുണ്ടല്ലോ, നിസ്കരിക്കുന്ന ആളോട് നിങ്ങൾ നിസ്കരിക്കുമ്പോൾ സ്വല്ലി സ്വലാത്ത മുഅദ്ദിഇൻ, നിങ്ങൾ എപ്പോഴും നിസ്കരിക്കുമ്പോൾ ഇതിൻ്റെ അവസാനത്തെ നിസ്കാരാണ് എന്ന് വിചാരിച്ച് നിസ്കരിച്ചോണ്ടിട്ടോ. അടുത്ത നിസ്കാരത്തിന് ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാവും എന്ന് ഒരിക്കലും നിങ്ങൾ ഉറപ്പിക്കണ്ട. ഞാൻ ഈ നിസ്കരിക്കുന്നത് എൻ്റെ അവസാനത്തെ നിസ്കാരക്കാരം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിസ്കരിച്ചോളിന്ന. അത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ഇബാദത്തിന്റെ കാര്യത്തിലും. അവർ റമദാനിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു മുന്നൊരുക്കം നമ്മുടെ ഭാഗത്തുണ്ടാവേണ്ടതുണ്ട്. എന്തൊക്കെ ഒരുക്കങ്ങളാണ് റമദാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെക്കേണ്ടത്? ഒന്നാമത്തേത് മാനസികമായ ഒരുക്കമാണ്. ഏതൊരു മനുഷ്യനും നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറണമെങ്കിൽ ആദ്യം മാറേണ്ടത് അവന്റെ മനസ്സാണ്. മനസ്സ് മാറാതെ എന്തൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാലും ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായാലും നമുക്ക് മാറാൻ പറ്റില്ല. അഥവാ ചില കാര്യങ്ങളൊക്കെ മാറിയതുപോലെ നമ്മൾ ചെയ്താലും അത് ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തനങ്ങളേക്കാണ്. ചില കാര്യങ്ങൾ അങ്ങനല്ലേ, ഓ മാറിയിട്ടുണ്ട്, ഇപ്പോ നമ്മളെ കൂടെ ഒക്കെ ഉണ്ടാവും, പക്ഷെ മാറിയേക്കൂല. എന്താ മാറാത്ത? നമ്മളൊപ്പം ഉണ്ടായിരുന്നല്ലോ, അങ്ങോട്ട് പോന്നിനല്ലോ, ഇവിടേക്ക് ഉണ്ടായിരുന്നല്ലോ, പൈസയൊക്കെ തന്നിനല്ലോ, പക്ഷെ മാറിയേക്കൂല. എന്താ മാറാത്ത അറിയോ? മനസ്സ് മാറിയേക്കൂല. അപ്പൊ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ആദ്യമായി മാറേണ്ടത് നമ്മുടെ മനസ്സാണ്. ആ മനസ്സിന്റെ ഉള്ളിലെ എല്ലാ പാപങ്ങളെയും എല്ലാ വേണ്ടാത്തരങ്ങളെയും എല്ലാ വൃത്തികേടുകളെയും നമ്മൾ വലിച്ചെറിയണം. ഈ മനസ്സിനൊരു പ്രത്യേകത ഉണ്ട്. മനസ്സിന്റെ കേന്ദ്രമായിട്ട് അള്ളാഹു പഠിപ്പിച്ചത് ഹൃദയമാണ്. ശാസ്ത്രത്തിന്റെ മുമ്പിലും ആധുനികതയുടെ മുമ്പിലും മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഇപ്പോഴും അറിയില്ല, അത് എവിടെയെന്ന് അറിയില്ല. പക്ഷെ അള്ളാഹു തആല കൃത്യമായിട്ട് പറഞ്ഞത് അത് അവന്റെ ഹൃദയമാണ്. ആ ഹൃദയത്തെ പറ്റി പറയുന്നിടത്ത് പ്രവാചകൻ പറയുന്നൊരു വാക്കുണ്ട്, ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയായി അവിടെ വീഴുന്ന ഒരു കറുത്ത പുള്ളി, ആ ഭാഗം ഇങ്ങനെ ഡെഡായതുപോലെ അവിടെ കിടക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കറുത്ത പുള്ളി വീഴുമ്പോൾ ചുറ്റുഭാഗത്തു നിന്നൊക്കെ ഭയങ്കരമായ പ്രതിഷേധങ്ങൾ. എന്തിനാ ചെയ്യേണ്ടിയില്ലായിരുന്നു, എന്തിനാണ് ചെയ്തത്, ഭയങ്കരമായ പ്രതിരോധങ്ങൾ ഉണ്ടാവുന്ന ഹൃദയത്തിൽ നിന്ന് ആ ഒരു കറുത്ത പുള്ളി ഉണ്ടാവുമ്പോൾ. നമ്മളൊരു തൗബ ചെയ്യുമ്പോൾ പശ്ചാത്തപിക്കുമ്പോൾ ആ കറുത്ത പുള്ളി ആണ് മാഞ്ഞു പോകും, വീണ്ടും വൈറ്റായി ക്ലിയറായി. എന്നാൽ ഒരു തെറ്റു ചെയ്ത മനുഷ്യൻ പശ്ചാത്തപിക്കാതെ തൗബ ചെയ്യാതെ തുടരുകയും രണ്ടാമതൊരിക്കലൂടെ അവൻ ആ തെറ്റ് ആവർത്തിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിൽ പുള്ളിയുടെ എണ്ണം കൂടും. അതങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ എന്താ സംഭവിക്കാറ്? പ്രതിഷേധം കുറഞ്ഞു വരും. പ്രതിഷേധിക്കാൻ ഹൃദയത്തിൽ ആളുണ്ടാവില്ല, കാരണം കറുത്ത പുള്ളിയേക്കാരൻ കൂടുതൽ. അപ്പൊ വെളുപ്പ് കാണാണ്ടാവില്ല. പതുക്കെ ഒരു തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പോലും അവന് തോന്നൂല. അത് മാത്രമല്ല, ആ തെറ്റിൽ അവൻ ആസ്വദിക്കുകയും ആ തെറ്റിനെ ന്യായീകരിക്കാൻ അവന് സാധിക്കുകയും ചെയ്യും. ഒരാളെ കണ്ട് കൊന്നിട്ട് പിന്നെ അപ്പുറത്ത് പോയിട്ട് എന്താലേ ഒരൊറ്റ വെട്ടിന് തല കണ്ട് പൊട്ടി, പിന്നെ കല്ലെടുത്ത് ബേക്കുന്ന ഒരു കുത്തുകൂടി കൊടുത്തപ്പോൾ തൊള്ളി കൂടെ ചോരൻ തെറിച്ച് എന്നൊക്കെ ഒരുത്തന് ആഘോഷത്തോടെ പറയാൻ പറ്റണമെങ്കിൽ എന്ത് വേണമെന്ന് പറയുന്നത്? ഓന്റെ ഹൃദയം അത്രമേൽ പാകപ്പെടണം. ഏത് രംഗത്തും അങ്ങനെ ഒരു തെറ്റ് നമ്മൾ ചെയ്തിട്ട് ആ തെറ്റിനെ ന്യായീകരിക്കാനും ആ തെറ്റിനെ ആസ്വദിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിന്റെ പ്രതിരോധം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. റമദാനിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രതിരോധം വീണ്ടെടുക്കണം. തെറ്റിനെ തെറ്റായി കാണാനും ആ തെറ്റിനെ മനസ്സുകൊണ്ട് വെറുക്കാനും ആ തെറ്റ് സംഭവിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകാനും തോന്നുന്ന രൂപത്തിലേക്ക് നമ്മുടെ മനസ്സ് ക്ലിയർ ആവണമെങ്കിൽ എന്ത് വേണമെന്നറിയങ്ങൾ? തൗബകളും പശ്ചാത്താപങ്ങളും ഒക്കെ കൊണ്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം. നമ്മളെ മനസ്സിനെ നമ്മളല്ലാതെ വേറൊരാൾക്ക് നന്നാക്കാൻ കഴിയില്ല കേട്ടോ. എൻ്റെ മനസ്സിനെ
എനിക്കല്ലാതെ, അള്ളാന്റെ തൗഫീഖോട് കൂടി എനിക്കല്ലാതെ വേറെ ഒരാൾക്ക് എന്റെ മനസ്സിനെ നന്നാക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ തന്നെ ശ്രമിക്കണം, നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം നമ്മുടെ മനസ്സിന്. അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ഒരു മനുഷ്യനാവട്ടെ ഒരു വ്യക്തിയാവട്ടെ അവർ സ്വയം മാറ്റത്തിന് വിധേയമാകുന്നത് വരെ അള്ളാഹു അവരെ മാറ്റൂലാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക, പടച്ചോനെ എന്നെ നന്നാക്കണേ, എന്നെ നന്നാക്കണേ, എന്നെ നന്നാക്കണേ. ഒരു സുപ്രഭാതത്തിൽ രാവിലെ എണീക്കുമ്പം ഞാൻ അങ്ങോട്ട് നന്നാവുക, അതുണ്ടാവില്ല. നന്നാവണമെങ്കിൽ ഞാൻ തുടങ്ങണം. എന്താണ് എൻ്റെ പ്രശ്നം, എന്താണ് എൻ്റെ കുറവുകൾ, എന്താണ് എൻ്റെ തകരാറുകൾ, അത് ഞാൻ മനസ്സിലാക്കണം. എന്നിട്ട് ഞാൻ അതിനോട് പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹ് എനിക്ക് അതിൻ്റെ കരുത്തും സഹായവും തന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഹിദായത്തിലെത്തുക. അപ്പോ ഒന്ന് മനസ്സിനെ നമ്മൾ നന്നാക്കണം റമദാന്റെ മുമ്പ് കൃത്യമായിട്ട്. രണ്ടാമത്തേത് മറ്റൊന്ന് മനുഷ്യന്റെ പാപക്കറകൾ. നമ്മൾ പാപത്തിന്റെ കറകള് മനുഷ്യ ഹൃദയങ്ങളെ മൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ പാപത്തിന്റെ കറകളിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കണം. അതാ ഒന്ന്. രണ്ടാമത്തേത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വെറുപ്പ്, വൈരാഗ്യം, മറ്റുള്ളവരോടുള്ള നമ്മുടെ പിണക്കം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി നിർത്തണം. നോമ്പ് വരാനാവുമ്പോൾ സാധാരണ നമ്മൾ വീടൊക്കെ വൃത്തിയാക്കി അടിച്ചു തുടച്ച് വൃത്തിയാക്കാറുണ്ട്. ജനലുകളും വാതിലുകളും ഒക്കെ വൃത്തിയാക്കാറുണ്ട്. നമ്മുടെ ജനലുകളിലോ വാതിലുകളിലോ എട്ടുകാലി വലകൾ ഉള്ളത് കൊണ്ട് ആ വീടിന്റെ ഉള്ളിലുള്ള ആളുകളുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കൂലെന്നോ അമലുകളുടെ കൂലി കുറയുമെന്നോ എവിടെയും പഠിപ്പിച്ചിട്ടില്ല. പള്ളി വൈറ്റ് വാഷ് ചെയ്തതുകൊണ്ട് അതിന്റെ ഉള്ളിലെ ആൾക്കാരെ ഇബാദത്തിന്റെ കൂലി കൂടുന്നോ? പള്ളി വൈറ്റ് വാഷ് ചെയ്യാത്തത് കൊണ്ട് അതിന്റെ ഉള്ളിലെ ആൾക്കാരെ ഇബാദത്തിന്റെ കൂലി കുറയുന്നോ? എവിടെയും പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ മനസ്സിന്റെ ഉള്ളിലെ മാറാലക്കെട്ടുകൾ ഉണ്ടല്ലോ, അതൊരു പ്രശ്നം തന്നെയാണ്. വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ മാറാലക്കെട്ടുകളുമായിട്ട് നമ്മൾ ഒരു റമദാനല്ല 1000 റമദാനിനെ കാത്തിരുന്നിട്ടും കാര്യം ഉണ്ടാവില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുഗ്റദുൽ അഅ്മാലു, മനുഷ്യന്റെ അമലുകളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കും. തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും എന്നാ പറഞ്ഞു. നമ്മൾ ചെയ്ത അമലുകള്, സൽക്കർമ്മങ്ങള്, അതൊക്കെ ശേഖരിച്ചിട്ട് മലക്കുകൾ അള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന. അപ്പൊ അള്ളാഹു ആ അമലുകൾ സ്വീകരിക്കും. അതിന്റെ ഇഖ്ലാസ് അനുസരിച്ച് അള്ളാഹു അത് സ്വീകരിക്കും. അമല് സ്വീകരിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നടക്കുക. ഒന്ന്, ആ അമലുകൾ നമ്മുടെ അമലുകളായിട്ട് മാറും. അത് നാളെ നമ്മുടെ നന്മയുടെ മീസാനിൽ വെക്കാൻ പറ്റുന്ന ഭാരപ്പെട്ട വസ്തുക്കളായി മാറും. അതോടൊപ്പം ഒരു കാര്യം കൂടി നടക്കും, ഒരു ബൈ പ്രൊഡക്റ്റ്. എന്താ അറിയാം, ഒരമൽ അള്ളാഹ് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഒരു പാപം അള്ളാഹു നമുക്ക് ഒഴിവാക്കി തരും. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയുന്ന. അപ്പൊ എൻ്റെ ഒരു നിസ്കാരം, ഇന്നത്തെ എൻ്റെ സുബൈ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുമ്പോൾ ആ സുബൈ നമസ്കാരത്തിന്റെ കൂലി എനിക്ക് രേഖപ്പെടുത്തുന്നൊപ്പം തന്നെ എൻ്റെ ജീവിതത്തിലെ ചില തെറ്റുകൾ അള്ളാഹു എനിക്ക് പുറത്തു വരുന്ന. ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെ, ളുഹ്ർ നിസ്കരിച്ച ഒരാള് അസർ ജമാഅത്തായി നിസ്കരിക്കുമ്പോഴേ അതിന്റെ ഇടയ്ക്കുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന. ഒരു വെള്ളിയാഴ്ച ജുമാക്ക് വന്ന ആള് അടുത്ത വെള്ളിയാഴ്ച ജുമാക്ക് വരുമ്പോ അതിന്റെ ഇടയ്ക്കുള്ള പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന. ഒരു റമദാനിൽ നോമ്പ് നോറ്റ് അടുത്ത റമദാനിലേക്ക് വരുമ്പോ അതിന്റെ ഇടയിലെ പാപങ്ങൾ, ഒരു ഉംറ ചെയ്ത് അടുത്ത ഉംറയിൽ ചെയ്യുമ്പോ അതിന്റെ ഇടയിലുള്ള പാപങ്ങൾ, ഒളു ചെയ്യുമ്പോ ഒക്കെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു. അത് വലിയ ഭാഗ്യല്ലേ. നമ്മുടെ അമല് സ്വീകരിക്കുക, അതിന്റെ കൂലികൾ വെക്കുക, അതിന്റെ ഒപ്പുറത്ത് നമ്മളെ നരകത്തിലെത്തിക്കുന്ന ഒരു പാപം അള്ളാഹു ഒഴിവാക്കി തരിക. എന്തൊരു ഭാഗ്യവാന്മാരെ ചില ആൾക്കാരല്ലേ. എന്നാൽ ചില ആളുകളുടെ കർമ്മങ്ങൾ അള്ളാഹിന്റെ മുമ്പിലേക്ക് എടുത്തു വെക്കുമ്പോൾ അള്ളാഹു പറയുന്ന വാക്കുണ്ടേ, എന്താ പറയാ, അന്തിറ, ഓന്താണ് വെക്കി, എടുക്കാനായിട്ടില്ല, സ്വീകരിക്കാനായിട്ടില്ല, അവിടെ വെക്കി. എന്താ കാരണം പറഞ്ഞോ? കാരണം പറഞ്ഞത് ബൈനഹു വബൈന അഖീഹി ഷഹ്നാ. ഷഹ്നാ, ഷഹ്നാ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ പിണക്കം, തെറ്റ് എന്നൊക്കെ. തെറ്റ് പറഞ്ഞാൽ ശരി തെറ്റില്ല, തെറ്റല്ല, ബന്ധത്തിലുണ്ടാകുന്ന തെറ്റലുകൾ ഉണ്ടല്ലോ, ആ തെറ്റിനാണ് ഷഹ്നാ എന്ന് പറയാം. അള്ളാഹ് പറയുന്നത് ആ അമലുകൾ അൻലിറ,
ഓല രണ്ടാളി അമൽ അവിടെ വെക്കി. കാരണം അവർക്ക് രണ്ടുപേർക്കും ഇടയിൽ ഷഹ്ന ഒരു 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 വെറുപ്പിന്റെ ഒരു വിള്ളല്, ഒരു തെറ്റിന്റെ വിള്ളലുണ്ട്. മരിക്കണീന് മുമ്പ് അത് നന്നായി, ആ തെറ്റൊക്കെ നന്നായി ഉഷാറായി അവർ തൗബ ചെയ്ത് വരികയാണെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ അവിടെ കിടന്നോട്ടെ, അവിടെ നിന്നോട്ടെ, വേണ്ട. മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഉസ്താദുമാരോ കുടുംബക്കാരോ തലക്കും പുറത്തുനിന്നിട്ട് നമുക്കിടയിൽ ജീവിച്ച ആളാണ്, എന്തെങ്കിലും അനിഷ്ടകരമായ വാക്കോ പ്രവൃത്തിയോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാമിനെ ഓർത്ത് പുറത്തു കൊടുക്കണം എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഒരു മയ്യത്തിന്റെ മുമ്പിലും അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. നിസ്കരിക്കാൻ മയ്യത്ത് കൊണ്ടുവന്നാൽ പ്രവാചകൻ ഒരൊറ്റ കാര്യമേ ചോദിക്കാറുള്ളൂ, കടം ഉണ്ടോ? ഉണ്ട്. വീട്ടാൻ സ്വത്തുണ്ടോ? ഉണ്ട്. എങ്കിൽ കടം വീട്ടണം. റസൂൽ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കും. കടം ഉണ്ടോ? ഉണ്ട്. വീട്ടാൻ സ്വത്തുണ്ടോ? ഇല്ല. ആ കടം ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആ കടം വീട്ടണം. റസൂൽ ആ മയ്യത്തിന് നിസ്കരിക്കും. കടം ഉണ്ടോ? ഉണ്ട്. വീട്ടാൻ സ്വത്തുണ്ടോ? ഇല്ല. ഏറ്റെടുക്കാൻ ആളുണ്ടോ? ഇല്ല. പ്രവാചകൻ ആ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കാറില്ല. അത്രേ റസൂൽ മയ്യത്തിന്റെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ വേണ്ടാത്ത കുറെ ആചാരങ്ങൾ, ദിക്ർ ചെല്ലുക, സൂറത്തുകൾ ഓതുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുക, വേറെന്തൊക്കെ ഓതുക, പിന്നെ ചിലപ്പോൾ മയ്യത്തിന്റെ മുമ്പിൽ വെച്ച് 5-10 മിനിറ്റ് മരണത്തെക്കുറിച്ച് ദീർഘമായിട്ട് സംസാരിക്കുക. നല്ലതല്ലേ? എന്ത് നല്ലത്? നല്ലതാവണമെങ്കിൽ, ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു ആരാധനാ കർമ്മം ഉണ്ടാവണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കണം, കാണിച്ചു തരണം, മാതൃക വേണം. അല്ലെങ്കിൽ അത് നല്ലതല്ല അല്ലേ? അപ്പോ ഇവിടെ നമ്മുടെ വിഷയം ഷഹ്ന, മനസ്സിലുള്ള വെറുപ്പ് വിദ്വേഷം, അതിങ്ങനെ അവിടെ തന്നെ വെച്ചിട്ട് റമദാൻ കഴിയട്ടെ, പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞാൻ കണക്ക് തീർക്കാം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. വെറുതെയാണ് പട്ടിണി, ഒരു കാര്യമില്ല, ഒരമലും അല്ലാഹു സ്വീകരിക്കൂല. അപ്പോ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ്, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു ലോകത്തെ എല്ലാ മനുഷ്യന്മാരും ഒറ്റ അഭിപ്രായക്കാരായിട്ട് ഒന്നിച്ച് ജീവിക്കൂല. നമ്മുടെയൊക്കെ മനസ്സിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഞാൻ പറയുന്നത് എല്ലാവരും പറയണമെന്ന് ഒരാളും വാശി പിടിക്കണ്ട. അബൂബക്കർ സിദ്ദീഖിന്റെ അഭിപ്രായം, ഉമറിന് വേറെ അഭിപ്രായം. പക്ഷേ അബൂബക്കർ ഉമറും തെറ്റിയിട്ടില്ല. എല്ലാവരും അങ്ങനെ തന്നെയാ, മനുഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെയാ. എല്ലാ മനുഷ്യന്മാരും ചിന്തകൾ വ്യത്യസ്ത. പക്ഷെ ഞാൻ പറഞ്ഞ അഭിപ്രായം വേറൊരാള് പറഞ്ഞിട്ടില്ലെങ്കിൽ, അവൻ അനുകൂലിച്ചില്ലെങ്കിൽ പിന്നെ തെറ്റി, മിണ്ടലില്ല, പിന്നെ ശത്രുവായി, പിന്നെ എങ്ങനെ തകർക്കാം, എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ശ്രമിക്കുന്ന ആ ഒരു ചിന്താഗതി മനസ്സിലുള്ളിടത്തോളം കാലം നമ്മുടെ അമലുകൾ കൊണ്ട് എന്താ കാര്യമുള്ളത് അല്ലേ? അപ്പൊ നമ്മുടെ മനസ്സിലെ അത്തരം വൈരാഗ്യങ്ങളും വെറുപ്പുകളും തെറ്റുകളും കുടുംബത്തിൽ, ബന്ധങ്ങളിൽ, ചുറ്റുപാടുകളിലൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റമളാന്റെ മുമ്പ് ശരിയാക്കി വെക്കുക. റമളാൻ നമുക്ക് നഷ്ടാവാൻ പാടില്ല. വല്യാഫു വല്യസ്ഫഹു, അല്ലാഹു പറയാ ഖുർആനിൽ, മാപ്പ് കൊടുക്കീൻ. എന്തൊക്കെ ചെയ്തിക്കണമെങ്കിലും, നിങ്ങളോട് എന്തൊക്കെ ചെയ്തിക്കണമെങ്കിലും, എങ്ങനെയൊക്കെ പെരുമാറിക്കണമെങ്കിലും, എന്തൊക്കെ പറഞ്ഞിക്കണമെങ്കിലും മാപ്പ് കൊടുക്കീൻ. വല്യസ്ഫഹു, വിശാലത ചെയ്യൻ. എന്തെങ്കിലും ഇങ്ങനെ മുറുക്കി പിടിച്ചതോ, ഓൻ അന്ന് ഇങ്ങോട്ട് പറഞ്ഞ മറക്കൂല ഞാന്, പൊറുക്കൂല ഞാന്. അല്ലാഹു ചോദിക്കണേ, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ ചെയ്ത തെറ്റ് അല്ലാഹ് നിങ്ങൾക്ക് പുറത്തു തരുന്ന നിങ്ങൾക്ക് ഇഷ്ടമല്ല, അത് വേണം. നമ്മൾ ചെയ്ത തെറ്റ് അല്ലാഹ് പഠിച്ചോനെ പൊറുക്കണേ. നിങ്ങളോട് ഒരാൾ ചെയ്ത തെറ്റ് മരിച്ചാലും പൊറുക്കൂല. അതെന്ത് അന്യായാണ്? അതെന്ത് വിരോധാഭാസമാണ്? അള്ളാഹു നിങ്ങളോട് പൊറുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് പൊറുക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹിനോട് യാചിക്കുന്നു. എന്നാൽ നിങ്ങളോട് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കാനും പൊറുക്കാനും അത് നിങ്ങൾ പറയുന്ന വേണ്ട, അത് ഞാൻ പൊറുക്കൂല, ഞാൻ മറക്കൂല. എത്തപ്പത് കൊണ്ടുവന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നവരൊക്കെ എന്തായത്? ഒക്കെ മണ്ണായി മാറിയില്ലേ? അതുവരെ ഉള്ളൂ ഈ പാപത്തിന്റെ വേസ്റ്റായിട്ട് നമ്മുടെ ഹൃദയത്തെയൊക്കെ സൂക്ഷിക്കാൻ. അപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഓർത്തു കൊടുത്തല്ലേ. അള്ളാഹു റസൂൽ പറയണേ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നിങ്ങൾ താന്നാൽ അള്ളാഹ് നിങ്ങളെ പൊന്തിക്കുന്ന പറഞ്ഞു. അള്ളാഹിന്റെ ദീനിന് വേണ്ടി പൊറുക്കേണ്ട ഇടത്ത് പൊറുത്തും, വിശാലത കാണിക്കേണ്ടിടത്ത് വിശാലത കാണിച്ചും, മാപ്പ് കൊടുക്കേണ്ടിടത്ത് മാപ്പ് കൊടുത്തും നിങ്ങൾ തല കുനിച്ചു കൊടുത്താൽ അള്ളാഹു നിങ്ങളെ ഉയർത്തും. പക്ഷേ അഹങ്കാരത്തോടെ
അള്ളാന്റെ കൽപ്പന സ്വീകരിക്കാതെ ഞാനോ എന്നിങ്ങനെ തല പൊന്തിച്ച് നടന്നാണ്ടല്ലോ അള്ളങ്ങളെ താഴ്ത്തും. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ ഒന്നുമല്ലാതാവും, പുച്ഛിക്കപ്പെട്ടവരാവും, നിന്ദിക്കപ്പെട്ടവരാവും. ചരിത്രത്തിൽ ഒരുപാട് തെളിവുകൾ ഇത്തരം സംഭവങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോ മനസ്സിന്റെ ഉള്ളിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിക്കണമെങ്കിൽ അതിന് പടച്ചോൻ കൊടുത്തോളും. ഞാനും അതിൽ ഇല്ല, ഞാനത് വിട്ട് നമുക്ക് ശരിയാവാം, സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ശരിക്കും നടത്തുക, മനസ്സിനെ ക്ലിയർ ആക്കട്ടോ. മൂന്നാമത്തേത് എന്താ, നിങ്ങൾ ധനം ശുദ്ധമാക്കണം. നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം നമ്മൾ ഉപയോഗിക്കുന്ന ഉപജീവന മാർഗം ഹലാലായിരിക്കണം. മത്അമു ഹറാം, ഭക്ഷണം ഹറാമായ വരുമാനം കൊണ്ട്, പാനീയങ്ങൾ ഹറാമായ വരുമാനം കൊണ്ട്, പാർക്കുന്ന വീട് ഹറാമായ പണം കൊണ്ട്, ധരിച്ചിരിക്കുന്ന വസ്ത്രം ഹറാമിന്റെ പണം കൊണ്ട്, വഉദിയ ബിൽ ഹറാം, അവന്റെ ശരീരം ഈ രൂപത്തിൽ വളർന്നത് പോലും ഹറാമായ പണം കൊണ്ട്. ഫഅന്നാ യുസ്തജാബ്, പിന്നെ എങ്ങനെ അള്ളാഹു ഓന്റെ തേട്ടം കേൾക്കുക, ഓന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുക? ഓന്റെ പ്രാർത്ഥന എങ്ങനെ അള്ളാഹ് സ്വീകരിക്കുക? അള്ളാഹ് സ്വീകരിക്കൂല. അപ്പോ റമളാനിൽ ഒരുപാട് അമല് നമുക്ക് ചെയ്യാണ്ട്. നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, ഇത്തികാഫുണ്ട്, രാത്രി നിസ്കാരമുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, സ്വതക്കുണ്ട്, സക്കാത്തുണ്ട്, ഒരുപാട് നന്മ ചെയ്യാണ്ട്. ഈ നന്മകളൊക്കെ സ്വീകരിക്കണമെങ്കിലേ നമ്മുടെ സമ്പത്തിനെ ക്ലിയർ ആക്കണം. ആരുടെയെങ്കിലൊക്കെ ഹക്ക് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക. ചിലപ്പോൾ അനന്തരാവകാശക്കാരൻ, ചിലപ്പോൾ കച്ചവടത്തിലേക്കാരൻ, ചിലപ്പോൾ വേറെ ഏതെങ്കിലും കോലത്തിലേക്കാരൻ, എങ്ങനെങ്കിലും ആരെങ്കിലൊക്കെ ഹക്ക് നമ്മൾ അവസാനം മരിച്ച് മയ്യത്തായി കിടക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണം കേട്ടോ, വിട്ടു കൊടുക്കണം കേട്ടോ. അതിനൊന്നും ഒരു കഥയില്ല. ഒരു വിട്ടു കൊടുത്തില്ലെങ്കിലോ ആരാണ് ഏറ്റെടുക്കുക? അപ്പൊ അതിനന്ന് അവസരം കൊടുക്കണ്ട. മരിച്ചിട്ട് പിന്നെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കരുത്. ഉള്ള സമയത്ത് എന്തെങ്കിലും ഹക്ക് ആരെതെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തോളണം. അത് നമ്മുടെ കയ്യിലായിരിക്കെ നമ്മൾ എത്ര മാന്യത കാണിച്ചാലും, നമ്മൾ എങ്ങനെ കാണിച്ചാലും നമ്മുടെ അമലുകൾ പുറമ്പോക്കിൽ കിടക്കും, അള്ളാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് സമ്പത്തിനെ നമ്മൾ ശരിയാക്കുക. മറ്റൊന്ന്, നമ്മുടെ അമലുകളൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് ഏതൊരു അമലും അതെങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് നിയമങ്ങളുണ്ട്, കോണുകളുണ്ട്, അതിർത്തികളുണ്ട്, കൃത്യമായ പരിധികളുണ്ട്, ഫറളുകളുണ്ട്, ഷർത്തുകളുണ്ട്, സുന്നത്തുകളുണ്ട്. ഒരു കാര്യം എങ്ങനെയും ചെയ്താൽ പോരാ, അത് ചെയ്യേണ്ട രൂപത്തിൽ ചെയ്യണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു പ്രവാചകനെ നമ്മുടെ മുമ്പിലേക്ക് വിട്ട് അള്ളാഹു കൃത്യമായിട്ടാ പഠിപ്പിച്ചേ. സ്വല്ലു കമാ റഅയ്തുമൂനി മുസല്ലി, നിസ്കാരത്തെ കുറിച്ച് റസൂൽ അങ്ങനെ പറഞ്ഞേ. ഞാൻ നിസ്കരിക്കണ നിങ്ങൾ ശരിക്കും നോക്കി, അത് സൂക്ഷ്മതയോടെ നോക്കി, എന്നിട്ട് ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നു എന്നാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. നിങ്ങൾക്ക് തോന്നിയ പോലെ നിസ്കരിക്കാൻ പറ്റൂല. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞില്ലേ, ഖുദൂ അന്നീ മനാസിക്കക്കും, ഹജ്ജിന്റെ കർമ്മങ്ങൾ എങ്ങനെയാന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം, അത് നോക്കിയിട്ട് നിങ്ങൾ അതുപോലെ ചെയ്തോളണം. നോമ്പ്, സക്കാത്ത്, ഇത്തികാഫ് എല്ലാത്തിനും കൃത്യമായ അതിർത്തികളുണ്ട്. അത് അറിയണം, അത് പഠിക്കണം. അല്ലാതെ ആരെങ്കിലും ചെയ്യുന്നുണ്ട്, ഓരങ്ങനെയാണ്, അവിടെ എങ്ങനെയാണ്, ആ പള്ളിയിൽ ഇങ്ങനെയാണ്, ആ ഉസ്താദ് ഇങ്ങനെയാണ്, അതല്ലട്ടോ ഇസ്ലാമിലെ കർമ്മങ്ങളുടെ അടിസ്ഥാനം. അത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതുപോലെ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഏതാണ് ശരി എന്ന് മനസ്സിലാക്കാത്ത അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം എന്നാ പറഞ്ഞേ. അയക്ക് നോക്കണം, എങ്ങനെ ചെയ്യാൻ പറഞ്ഞേ. അപ്പൊ റമളാനിൽ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവണം, പഠനം ഉണ്ടാവണം. എല്ലായിടത്തും റമളാനിന്റെ തൊട്ട് മുമ്പൊരുക്കമായിട്ട് അഹ്ലൻ റമളാൻ എന്ന പേരിൽ ചില പരിപാടികളൊക്കെ മഹല്ലുകളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ആ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോമ്പിന്റെ മുമ്പ് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കലാണ്. നമ്മുടെ നാട്ടിലും അതൊക്കെ നല്ലതാ. നോമ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിയമങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ഖുതുബയിൽ നമുക്കത് പറയാനൊരു പരിധി, സമയത്തിൻ്റെ പരിധിയുണ്ട്. അതുകൊണ്ടാണ് അത്ര ഒരു പ്രോഗ്രാമൊക്കെ ആലോചിക്കാവുന്നതാണ്. എല്ലാവരും പങ്കെടുത്ത് എന്തൊക്കെയാണ് ഞാൻ അറിഞ്ഞത്, വല്ല തെറ്റുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഏറെ നന്നായിരിക്കും. മറ്റൊന്ന്, ഒരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടാവണം. എങ്ങനെങ്കിലും ചെയ്യല്ല, മടി. ഏറ്റവും വലിയ അപകടമാണ് ഈ മടി, കസ്ല്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമായിരുന്നു,
അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി, അല്ലാഹുവേ മടിയിൽ നിന്ന് എന്നെ നീ കാത്തോളണം. ഒരു കാര്യം നാളെ തുടങ്ങാം, മറ്റന്നാൾ തുടങ്ങാം, കുറച്ചത് കഴിഞ്ഞോട്ടെ, ബെറ്റ് എന്നിട്ടാവാ, അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാതെ ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുക. തബൂക്ക് യുദ്ധത്തിന്റെ സമയത്തെ ഈ കപടവിശ്വാസികളായ ആൾക്കാർ പറഞ്ഞ് ഒരു കുറെ നൊണ്ടി ന്യായങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ യുദ്ധത്തിന് ഇല്ലായിരുന്നു, ഒരു പോയില്ല. മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആൾക്കാർ എന്ത് വിചാരിച്ചോ, ഒരു പോയിക്കോട്ടെ, ഓലപ്പടെ എത്താലോ, നമ്മുടെ അടുത്ത് നല്ല വേഗതയുള്ള കുതിര ഉണ്ട്, നാട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളി, ഞങ്ങൾ നിങ്ങളൊപ്പം എത്താന്ന് പറഞ്ഞു ചില ആൾക്കാർ. പക്ഷെ ഒരു പോയി, റസൂലും കൂട്ടിനും പോയി. ഈ എത്താന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, പുറപ്പെടാന്ന് തീരുമാനിച്ച ആൾക്കാർ, ഒരു വേറെ എന്തൊക്കെയോ പെട്ടുകാണ്ട് ഒരു പോയില്ല. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ റസൂൽ ഓരെ വിളിച്ച് എന്തേ വരാഞ്ഞ്. പിന്നീടുള്ള സംഭവം ചരിത്രത്തിൽ നമ്മളെ കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമാണ്. അതിന് മാപ്പ് കിട്ടാൻ വേണ്ടി, ആ തെറ്റിന് പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടി അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് കുറച്ചൊന്നുമല്ല. അതുകൊണ്ട് ഈ മടി നല്ലതല്ല, ദൃഢനിശ്ചയത്തോടെ തീരുമാനിക്കുക, ഞാൻ ഇന്നതൊക്കെ ചെയ്യും. അത് ചെയ്യാൻ തീരുമാനിച്ച് അതിൻ്റെ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ നടത്തുക അല്ലെ. ഇപ്പൊ നമ്മൾ തീരുമാനിച്ചല്ലോ റമദാനിൽ സാധാരണ പോലെയല്ല, നല്ല ഫുഡ് ഉണ്ടാക്കും, അതിന് വേണ്ട ഭക്ഷണ സാധനങ്ങളൊക്കെ പൊടിച്ചും ഉണക്കിയൊക്കെ ആയിട്ട് അത് ഭദ്രമാക്കി വെക്കാൻ നമ്മുടെ വീട്ടുകാരൊക്കെ ഒരുങ്ങിയാലോ. എന്താ കാരണം? അതൊരു നിശ്ചയമാണ്. അവിടെയല്ല നിശ്ചയം വേണ്ടേ, അമലുകളുടെ കാര്യത്തിൽ നിശ്ചയം വേണം. അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുക. ഗഫ്ലത്ത്, അശ്രദ്ധ ഏറ്റവും വലിയ അപകടമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. മഹാനായ സലഫുസാലികളിൽപ്പെട്ട മഹാനായ ഒരു പണ്ഡിതന്റെ വാക്കുണ്ട്, തൂബ ലിമൻ അസ്ലഹ നഫ്സഹു ഖബ്ല റമദാൻ. റമദാനിന് മുമ്പ് തന്റെ മനസ്സിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ആർക്കാണോ കഴിഞ്ഞത് അവർക്ക് മംഗളാശംസകൾ. ഒരു ഭാഗ്യവന്മാരാണ്. റമദാനിന് മുമ്പ് ചില ആൾക്കാരെ കണ്ടില്ല നിങ്ങൾ, എന്തിപ്പോ കടയൊക്കെ ഞാൻ തൽക്കാലത്ത് അടച്ച്, എന്തേ റമദാനല്ല വരുന്നേ, ആ റമദാൻ ഒന്ന് ശരിക്ക് നോക്കണമെന്നുണ്ട്, അതുകൊണ്ട് ലീവ് എടുത്ത്. അല്ലെങ്കിൽ റമദാൻ ഗൾഫിൽ പോയപ്പോൾ ഞാൻ അവിടെ ഒരാളെ കണ്ട്, അവൻ്റെ അയാൾ റമദാനിന് മക്കൾക്ക് അങ്ങോട്ട് പോവുക. അപ്പോൾ ഞാൻ നാട്ടിലെ ഏർപ്പാടൊക്കെ ഒരു മാസത്തേക്കൊക്കെ ഒഴിവാക്കി. അപ്പോൾ വമ്പിച്ച നഷ്ടാവില്ലേ, നഷ്ടാവ് നോക്കിയില്ല, ഞാൻ ഒരു മാസം ഹറമിൽ നിൽക്കാൻ തീരുമാനിച്ചു. അതൊരു തീരുമാനം. റമദാനിന് മുമ്പ് ആ റമദാനിനെ എത്രത്തോളം നമ്മുടേതാക്കി മാറ്റാൻ പറ്റുമോ അതിനാവശ്യമായ മാനസിക, ശാരീരിക, സാമ്പത്തിക, നമ്മുടെ ചുറ്റുപാടുകൾ, കുടുംബം, എല്ലായിടത്തും അതിനാവശ്യമായ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തീരുമാനമെടുത്ത് അത് നടപ്പാക്കാൻ കുടുംബസമേതം തീരുമാനിക്കുക. നമ്മുടെ റമദാൻ ഇങ്ങനെ ആവണം കേട്ടോ, നമ്മുടെ റമദാൻ ഇങ്ങനെ ആവണം കേട്ടോ, തീരുമാനിക്കുക. അങ്ങനെ ഒരു മുന്നൊരുക്കം റമദാനിന് വേണ്ടി ചെയ്തു വെക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ എല്ലാ നന്മകളെയും സ്വന്തമാക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ.